മുസ്ലിമാകുന്നു ചക്രവർത്തി പെരുമാൾ. തിരുനബിയുടെ കൂടെ മദീനയിൽ ഒരൽപ്പകാലം താമസിച്ച് അവിടുന്ന് ചോദിച്ചു, ഞാൻ എന്റെ നാട്ടുകാരോട്, ഇന്ത്യക്കാരോട് ചെന്ന് ദീനിലേക്ക്, അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കട്ടെയോ? അതിന് സമ്മതം വാങ്ങി. ഒമാന് വഴി വേണം കപ്പൽ കിട്ടാൻ. സലാലയിൽ നിന്ന് കയറുന്ന കപ്പല് അണയുന്നത് നമ്മുടെ കോഴിക്കോടടുത്ത് പയ്യോളിയുടെ കടപ്പുറത്താണ് സലാലയിലെ കപ്പലുകൾ കരക്കണിയുന്നത്. ആ കപ്പല് കയറാൻ വേണ്ടി പുറപ്പെട്ടതാണ് ചക്രവർത്തി പെരുമാൾ താജുദ്ദീൻ എന്ന ചക്രവർത്തി പെരുമാൾ റളിയല്ലാഹു അൻഹു. ഇന്ന് അന്ത്യവിഷമം കൊള്ളുന്നത് ഒമാനിലെ സലാലയിലാണ്. കപ്പല് കയറാൻ വേണ്ടി വരുമ്പോൾ രോഗം ബാധിക്കുകയും തന്റെ പ്രിയപ്പെട്ട മക്കളോടൊപ്പം സലാലയിൽ തങ്ങുകയും അവിടെ തന്നെ അന്ത്യവിഷമം കൊള്ളുകയും ചെയ്ത് ഇന്നും ഒരു കേരളീയ ചുറ്റുപാടുള്ള കവും തോട്ടവും വെറ്റിലയും വാഴയും വളരുന്ന മരുഭൂമിയിലെ അത്യപൂർവമായൊരു ഭൂമികയാണ് സലാലയുടെ ഭൂമിക. ഒമാനിൽ സലാലയിൽ പോയ ആളുകൾക്കറിയാം, ചക്രവർത്തി പെരുമാൾ കിടക്കുന്ന സ്ഥലം ഒരു കേരളത്തിന്റെ കഷ്ണമാണോ? വാഴയുണ്ട്, തെങ്ങുണ്ട്, അവിടെ ഈത്തപ്പന വളരില്ല, അവിടെ തെങ്ങേ വളരൂ. അവിടെ പപ്പായയുടെ കൃഷിയുണ്ട്. കേരളത്തിന്റെ മണ്ണ് പോലെ ആ മഹാമനുഷ്യന്റെ മനസ്സിന് അനുചിതമായി അല്ലാഹു ആ മണ്ണിനെ മാറ്റിമറിച്ചതോ ആവോ. ചക്രവർത്തി പെരുമാൾ ഇന്ത്യക്കാരുടെ അഭിമാനമാണ്.